എന്താ അമ്മ ഇത്? എന്താ പറ്റിയേ? എന്താ അമ്മയ്ക്ക് പ്രശ്നം? അമ്മയ്ക്കൊന്നുമില്ല മോനെ, നിന്നൊന്ന് കാണുമായിരുന്നു, അത്രേ ഉള്ളൂ. എന്താ നിധി ഇത്? ഒരു വാക്ക് പോലും പറയാതെ ഒരു കത്തും എഴുതി വെച്ച് അന്ന് വീട്ടിൽ നിന്ന് പോയതല്ലേ? പിന്നെ ഇപ്പോഴല്ലേ അമ്മയെ കാണുന്നത്, അതും ഈ അവസ്ഥയില്. എന്താ അമ്മയ്ക്ക് പറ്റിയത്? അമ്മയ്ക്കൊരു കുഴപ്പമില്ല, ഒന്ന് കാണാൻ പറ്റിയല്ലോ, അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ പറ്റിയല്ലോ. മോളെ, ഒരുപാട് നന്ദിയുണ്ട്. ഞാനെല്ലാം ഗൗതമനോട് തുറന്നു പറഞ്ഞു കാണുമെന്ന് കരുതിയാണല്ലോ നിർമ്മല എന്നെ സംസാരിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ അരികിലേക്ക് വരുന്നതും അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാനും പറ്റില്ലല്ലോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. എന്തായാലും എന്റെ കുഞ്ഞ് വന്നല്ലോ, എന്നെ കണ്ടല്ലോ, മതി. ഇനി എനിക്ക് മരിച്ചാലൊരു കുഴപ്പമില്ല. എന്താ അമ്മയത്? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ല, എന്തിനാ കരയുന്നേ? എന്താ പറ്റിയേ? നിധി, ഗൗതം എന്താ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്റെ കാര്യമൊന്നും നീ പറഞ്ഞില്ലേ? എന്താ നിധി ഇത്? ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണല്ലോ. ഏതോ സ്റ്റാഫിന് സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നു. ഇവിടെ വന്നപ്പോ അത് നിർമ്മലാമ്മയെ. നിർമ്മലാമ്മയെ വീണ്ടും കണ്ടു എന്ന് പോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ നിധി. എന്തിനാ എന്നോടല്ല ഒളിച്ചു വെച്ചത്? അല്ല, എന്ത് പറഞ്ഞില്ലെന്നാ നിർമ്മലാമ്മ ഇപ്പൊ നിന്നോട് ചോദിച്ചത്? അത് വേറൊന്നുമല്ല, എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണ് മോനെ. ഞാൻ കരുതി നിധിയല്ല മോനോട് പറഞ്ഞു കാണുമെന്ന്. മോനൊന്നും അറിഞ്ഞില്ലായിരുന്നു അല്ലേ? ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ല. എങ്കിൽ അതൊരു സത്യ. എന്റെ ഇനിയുള്ള നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഒന്നും. ഇനി എത്ര ദിവസം ഞാനുണ്ടാവുമെന്ന് എനിക്കറിയില്ല. മോനെ ഉപേക്ഷിച്ചു പോയതിന് എന്നോട് ക്ഷമിക്കണേ. ഒന്നും പറയാതെയല്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും മോനോട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ, പിന്നെ അതിന് അവസരം കിട്ടിയില്ലെങ്കിലോ? അതൊന്നും സാരമില്ലമ്മേ. നിർമ്മലാമ്മ അമ്മയുടെ മകനെ കണ്ടുപിടിക്കാൻ പോകുന്നല്ലേ അന്ന് കത്തിൽ എഴുതിയിരുന്നത്. എന്നിട്ട് എന്തായി? അമ്മ മോനെ കണ്ടുപിടിച്ചോ? പറയമ്മേ, ആ മോനെ കണ്ടുപിടിക്കാൻ പറ്റിയോ? ഈ ചോദ്യത്തിന് എന്തുത്തരം പറയണമെന്ന് എനിക്കറിയില്ല. സാരമില്ല, ആ മോനെ കണ്ടെത്താനായില്ലെങ്കിൽ പോട്ടെ. നിർമ്മലാമ്മയ്ക്ക് മോനായിട്ട് ഞാൻ കാണും കൂടെ.